നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പടച്ചവൻ അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കുക എന്നുള്ളത് ഈമാനിന്റെയും മുഅ്മിനിന്റെയും പ്രത്യേകതയാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി സംഭവിക്കുന്നതാകട്ടെ, അതല്ലെങ്കിൽ സമൂഹത്തിനെ, ഉമ്മത്തിനെ, നാടിനെ, നമ്മുടെ രാജ്യത്തെ പൊതുവിൽ ബാധിക്കുന്നതാകട്ടെ, അത് മറികടക്കുക എന്നുള്ളത് ഈമാനിന്റെ പ്രത്യേകതയാണ്, മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, മസലുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഉപമ അതെങ്ങനെയാണ്? കമസലി ഖാമത്തി സ്സർഇ യഫീഉ വറഖുഹു മിൻ ഹൈസു അത്തത്ഹ റീഹു തുകഫിഉഹാ ഫഇദാ സകതത് ഇഅ്തദലത്. സത്യവിശ്വാസിയുടെ ഉപമ അത് കുറ്റിച്ചെടികൾ പോലെയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കാമ്പുള്ള അർത്ഥവത്തായ ഒരു ഉപമയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കുറ്റിച്ചെടികൾ പോലെയാണ് സത്യവിശ്വാസികൾ. കാരണം ഏതു വലിയ കാറ്റിലും കോളിലും അത് ചെരിഞ്ഞാലും വളഞ്ഞാലും അത് കഴിയുമ്പോ അത് നേരെയായി വരും. കുറ്റിച്ചെടിയുടെ പ്രത്യേകത അതാണ്. ഇനി എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ചിലപ്പോൾ അതൊന്ന് വളയും, അത് കഴിയുമ്പോ അത് നേരെയായി മാറും. സത്യവിശ്വാസി അങ്ങനെയാണ്. അവിശ്വാസികൾ നേരെ ഓപ്പോസിറ്റുമാണ്. ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്, യഥാർത്ഥ ഈമാൻ ഇല്ലാത്തവർ നേരെ ഓപ്പോസിറ്റാണ്. അത് വലിയ കാറ്റിൽ പെട്ടെന്ന് വളയാത്ത വലിയ വൃക്ഷങ്ങൾ പോലെ, പൈൻ മരങ്ങൾ പോലെയാണ്. പക്ഷേ അതിശക്തമായ കാറ്റിൽ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല, പിന്നെ അതിന് നിവർന്നു നിൽക്കാൻ സാധിക്കൂല. അവിശ്വാസികൾ അങ്ങനെയാണ്. യഥാർത്ഥ വിശ്വാസികളോ ചെറിയ കാറ്റിലും കോളിലും, ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന കാറ്റും കോളും ഉണ്ടാകുമ്പോ ചിലപ്പോ ഒന്ന് വളഞ്ഞേക്കും, പക്ഷെ അത് കഴിയുമ്പോ പഴയ അവസ്ഥയിൽ നേരെ നിൽക്കാൻ, നിവർന്നു നിൽക്കാൻ സാധിക്കും. അതാണ് മുസ്ലിമിന്റെ ഉപമ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. മുഅ്മിൻ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത്? നമ്മുടെ ഈമാൻ കൊണ്ടാണ്. ആ ഈമാനിൽ ഉറച്ച ദുആ കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടുള്ള പരിശ്രമത്തിലൂടെയുമാണ്. അത് നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കാര്യമാണ്.
നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് മാരകമായ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ടാൽ നമ്മൾ അതിനെ സമീപിക്കേണ്ട, നേരിടേണ്ടതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ചിലപ്പോ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എല്ലാമായ ഒരു സന്താനം അങ്ങനെ ഒരു അസുഖം പിടിപെടുമ്പോ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അതിനെ സമീപിക്കേണ്ടതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് അള്ളാഹുവിന്റെ ഖളാ ആണ്, പടച്ചവന്റെ വിധിയാണ്, അവന്റെ നിശ്ചയമാണ്, അവന്റെ പരീക്ഷണമാണ്, അവന്റെ ഖളാ ആണ് എന്നുള്ള ഈമാൻ ഉറയ്ക്കലാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഇത് അള്ളാഹുവിന്റെ ഖളാഇന്റെ ഭാഗമാണ്. ഈ ദുന്യാവിൽ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണിത് എന്നുള്ള ഈമാൻ. രണ്ടാമത്, ആ ഈമാനിൽ ഉറച്ച് ഇതിന് ശിഫ തരാൻ യഥാർത്ഥത്തിൽ കഴിയുന്ന ഷാഫി അത് അള്ളാഹു മാത്രമാണ് എന്ന ഈമാനോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പടച്ച റബ്ബ് ഈ ദുന്യാവിൽ സംവിധാനിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ അത് നമ്മൾ നടപ്പാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖളാ ആണ് എന്നുള്ള വിശ്വാസത്തോടെ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയോടെ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള, നിശ്ചയിച്ചിട്ടുള്ള ചികിത്സാ മാർഗങ്ങളിലൂടെ, ട്രീറ്റ്മെന്റിന്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക. അസുഖം മാറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുക. അസുഖം മാറിയില്ല, മരണമാണ് സംഭവിച്ചതെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആത്മാർത്ഥമായി പറഞ്ഞ് ക്ഷമയോടെ അതിനെ സമീപിക്കുക. സത്യവിശ്വാസിയുടെ രീതി അതാണ്. ദുന്യാവിൽ എന്ത് സംഭവിച്ചാലും അപ്പൊ നിവർന്നു നിൽക്കാൻ കഴിയും നമുക്ക്. മകൻ മരിച്ചാലും ഭാര്യ മരിച്ചാലും ദുന്യാവിലെ കച്ചവടങ്ങൾ എത്ര തകർന്ന് തരിപ്പണമായാലും ഈ രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കുമ്പോ നമുക്ക് അതിന് ശേഷവും നിവർന്നു നിൽക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ട് നല്ല ഈമാനോടെ, ഉറച്ച പ്രാർത്ഥനയോടെ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടുള്ള പരിശ്രമത്തിലൂടെ ഈ ദുന്യാവിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നാണ്. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ബദർ യുദ്ധത്തിന്റെ സമയത്ത് സഹാബത്തിന്റെ പ്രതിജ്ഞ അതായിരുന്നു, ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി, വ നിഅമൽ വകീൽ എല്ലാം പടച്ചവനിലേക്കാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. പാവപ്പെട്ട 313 സഹാബത്ത് അവർ ആയുധമില്ലാത്തവരാണ്, യുദ്ധത്തിനു വേണ്ടി പുറപ്പെടാത്ത സഹാബത്താണ്. മറുവശത്ത് തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന സർവായുധ സജ്ജരായ ശത്രുക്കളെ കണ്ടപ്പോൾ, മക്കയിലെ പോരാളികളെ കണ്ടപ്പോഴാണ് 313 സഹാബത്ത് പറഞ്ഞത് ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹ് മതി, എല്ലാം അങ്ങോട്ട് ഏൽപ്പിക്കാൻ. ചരിത്രമൊക്കെ നമുക്കറിയാലോ. ഇന്ന് ബദർ സന്ദർശിക്കുമ്പോ അവിടെ മസ്ജിദുൽ അരീഷ് എന്ന പേരിലൊരു പള്ളിയുണ്ട്. അതിമനോഹരമായ ഒരു മസ്ജിദ്, മസ്ജിദുൽ അരീഷ്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, ശംഖ് പൊട്ടിക്കൊണ്ട് പടച്ചവന്റെ സഹായത്തിനു വേണ്ടി ദുആ ചെയ്ത സ്ഥലത്താണ്, റസൂലിന്റെ ടെണ്ടുണ്ടായിരുന്ന, കൂടാരമുണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ന് മസ്ജിദുൽ അരീഷ് ഉള്ളത്. ബദറിൽ
അള്ളാന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താണ്? റസൂൽ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കൈ ഉയർത്തി ഉയർത്തി റസൂലിന്റെ കക്ഷത്തിന്റെ വെളുപ്പ് ഞാൻ കണ്ടു. ആ നിലക്ക് ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു, എല്ലാം പടച്ചവനിൽ തവക്കുൽ ചെയ്തു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ടോ എല്ലാം മറന്ന് ആ സഹാബത്ത് യുദ്ധത്തിന് തയ്യാറായി, പോരാട്ടത്തിന് തയ്യാറായി. മരണം ഉറപ്പാണ്. നമ്മൾ 313 ഒരു പേനാക്കത്തി പോലും കയ്യിലില്ല. 3 ഇരട്ടി ആളുകളാണ് അപ്പുറം. അവര് സർവായുധ സജ്ജരാണ്. മരണം ഉറപ്പാണ്. എന്നാലും എല്ലാം മറന്നുകൊണ്ട് പോരാട്ടത്തിന് തയ്യാറായി. അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി, പടച്ചവന്റെ സഹായം ഉണ്ടായി. ഒന്ന് ഈമാൻ, നമ്മുടെ ഈമാൻ. എല്ലാം അല്ലാഹുവാണ്. അല്ലാഹു നമുക്ക് മതി. പടച്ചവനുണ്ടെങ്കിൽ മറ്റാരും നമുക്ക് വേണ്ട എന്നുള്ള ഈമാൻ. ആ ഈമാനോടെയുള്ള തവക്കുല്, എന്നിട്ടെല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടുള്ള ദുആ, പ്രാർത്ഥന. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദുന്യവിയായ പരിശ്രമം എല്ലാം മറന്ന് ശത്രുക്കളോട് പോരാട്ടം നടത്തുക. ഇത് 3 ഒരുമിച്ച് വന്നപ്പോ അള്ളാന്റെ സഹായം ഉണ്ടായി. ബദർ യുദ്ധത്തിൽ സഹാബത്ത് വിജയിച്ചു, ആ ന്യൂനപക്ഷം അവിടെ വിജയിച്ചു. ഖന്തക്കിൽ സൽഅ മലയുടെ താഴെ ഒരു കൊച്ചു പള്ളിയുണ്ട്. മസ്ജിദുൽ ഫത്ഹ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു മസ്ജിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്തക്കിന്റെ സമയത്ത് 3 ദിവസം തുടർച്ചയായി രാപ്പകലുകളിലിരുന്ന് അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി ദുആ ചെയ്ത സ്ഥലത്താണ് ആ പള്ളിയുള്ളത്. മസ്ജിദുൽ ഫത്ഹ്. വസുൽസിലൂ, മുഅ്മിനീങ്ങളായ ആളുകൾ പേടിച്ചു വിറച്ചു പോയ ഒരു സമയമാണ്. നബിയും കൂടെയുള്ള വിശ്വാസികളും പറഞ്ഞുപോയി, മത്താ നസ്റുല്ലാഹ്, എന്നാണ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത്? നബിയും സഹാബത്തും ആശങ്കയോടെ എന്തേ പടച്ചവന്റെ സഹായം വരാത്തത് എന്ന് പറഞ്ഞുപോയ സമയം ഖന്തക്കിന്റെ സമയം. ആയത്തിറങ്ങിയത് ഏത് സന്ദർഭത്തിലാണ്? പല അഭിപ്രായമുണ്ട്. അതിലൊരഭിപ്രായം ഖന്തക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ്. ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളുടെ നേതൃത്വത്തിൽ മദീനയിലുള്ള ജൂതന്മാരുടെ പ്രേരണയാൽ വലിയ സഖ്യസൈന്യം മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ റസൂലും സഹാബത്തും ഖന്തക്കിൽ ശത്രുക്കളെ തടയാൻ വേണ്ടി ഏകദേശം 3 കിലോമീറ്റർ നീളത്തിൽ 2 മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് യുദ്ധക്കുതിരകൾക്ക് ചാടിക്കടക്കാൻ പറ്റാത്ത ആഴത്തിലും വീതിയിലും വലിയൊരു കിടങ്ങ് താത്തിയിട്ട് ശത്രുക്കളെ കാത്തിരുന്നു. ഇന്നവിടെ കിടങ്ങില്ല. ഇന്ന് നമ്മൾ പോകുമ്പോ അവിടെ കിടങ്ങ് കാണാൻ പറ്റൂല. പക്ഷേ മസ്ജിദ് സബ്ഉ മസാജിദ് എന്ന പേരിൽ വിശാലമായ വലിയൊരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് സിലഅ മലയുടെ താഴെ. അതിനോട് ചേർന്ന് ഈ മസ്ജിദുൽ ഫത്ഹ് എന്ന ചെറിയൊരു പള്ളി ഉയരത്തിൽ, നടകയറി പോകുന്ന ഉയരത്തിൽ നമുക്ക് പോകാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ശത്രുക്കളെ കാത്തിരുന്നു. അവസാനം വന്നു. അവർ 10,000 പേരുണ്ട്. സഹാബത്ത് 3000 പേരാണുള്ളത്. കാത്തിരുന്നു. പകലിലെ അതിശക്തമായ ചുട്ടുപൊള്ളുന്ന ചൂട്, രാത്രിയിലെ കിലുകിലാ വിറച്ചു പോകുന്ന അതിശക്തമായ തണുപ്പ്, ഇതിനെ പ്രതിരോധിച്ച് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കിടങ്ങിനിപ്പുറം മദീനയുടെ ഭാഗത്ത്, കിടങ്ങിനപ്പുറം 10,000 കണക്കിന് വരുന്ന ശത്രു സൈന്യം ഈ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി. മദീനയിലാണെങ്കിൽ സ്ത്രീകളും കുട്ടികളുമാണുള്ളത്. മദീനയിലെ ജൂതന്മാർ
തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കടന്നാക്രമിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. ആ സമയം ദിവസങ്ങൾ കടന്നു പോകാൻ സഹാബത്ത് പലരും രോഗികളാകുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. ഇടക്കിടക്ക് കിടങ്ങ് മറികടന്നു വരുന്ന ചിലരെ മുസ്ലിമീങ്ങൾ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏകദേശം 1 മാസം അടുക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനിയും ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. മസ്ജിദുൽ ഫതഹ് ഇരിക്കുന്ന ആ ഭാഗത്ത് 3 ദിവസം തുടർച്ചയായി അള്ളാന്റെ റസൂൽ ദുആയിൽ കഴിഞ്ഞുകൂടിയത്. അവസാനം അള്ളാന്റെ സഹായം വന്നു, പടച്ചവന്റെ സഹായം വന്നു. വലിയ കൊടുങ്കാറ്റിലൂടെ വലിയ പാറക്കല്ലുകൾ പറന്നു വന്ന് ശത്രുക്കളുടെ മേലേക്ക്, അവരുടെ ടെന്റുകളുടെ മുകളിലേക്ക് വീണപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ പേടിച്ചു വിറച്ച് എല്ലാം ഉപേക്ഷിച്ച് 10,000-കണക്കിന് വരുന്ന ശത്രുപക്ഷം സഖ്യകക്ഷികൾ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് കാത്തിരുന്ന സഹാബത്ത് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സഹായത്തിനു വേണ്ടി ദുആ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നീണ്ട 3 കിലോമീറ്റർ വരുന്ന കിടങ്ങ് താത്തിയിട്ട് പ്രതിരോധത്തിനു വേണ്ടി കാത്തിരുന്ന സഹാബത്ത് കഴിഞ്ഞപ്പോ അള്ളാന്റെ സഹായം വന്നു. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ, ഇവിടെയൊക്കെ കുടുംബത്തിലുണ്ടാകുന്ന, നാട്ടിലുണ്ടാകുന്നത് ഏത് കാര്യമാകട്ടെ, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലും പടച്ചവന്റെ സഹായവും നമുക്കുണ്ടാകാൻ ഈ 3 കാര്യങ്ങൾ. ഒന്ന്, നല്ലൊരു ഈമാൻ. ഇത് അള്ളാഹുവിന്റെ നിശ്ചയാണ്, പടച്ചവന്റെ ഇടപെടലാണ്, അള്ളാഹുവിന്റെ ഖളാ ആണ്, അള്ളാഹുവിന്റെ പരീക്ഷണാണ്. പടച്ചവൻ നമ്മുടെ ഈമാനിനെ പരിശോധിക്കുന്നതാണ്, നമ്മുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ഈമാൻ നമ്മുടെ മനസ്സിൽ ഓർക്കുക, അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക, തുടർച്ചയായി അതിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി റബ്ബിനോട് നിരന്തരം നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഭൗതികമായ സംവിധാനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി പ്രതിരോധ വഴികൾ, പരിശ്രമങ്ങൾ, ത്യാഗങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. അങ്ങനെ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉറപ്പാണ്. അത് ഏത് വിഷയത്തിലും, വ്യക്തിപരമാകട്ടെ, സമൂഹത്തെ ബാധിക്കുന്നത് ഏത് കാര്യത്തിലാകട്ടെ. നമ്മുടെ രാജ്യത്ത് പ്രതിസന്ധികളുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ലൊക്കെ പാസാക്കപ്പെട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നാടിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഭാഗവാക്കാകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണ് എന്നുള്ള ചിത്രീകരണം അത് പണ്ടേ തുടങ്ങിയതാണ്, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നറിയാം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബീഫിന്റെ പേരിലും മുസ്ലിം എന്നതിന്റെ പേരിലും ഒക്കെ. ഇന്നലെയും ഒരാൾ, നമ്മുടെ കേരളക്കാരനായ വയനാടുകാരനായ അഷ്റഫ് എന്ന ചെറുപ്പക്കാരൻ, മാനസിക അസ്വസ്ഥതകളുള്ള ചെറുപ്പക്കാരൻ, മാംഗ്ലൂരിൽ വെച്ച് ആളുകൾ മുസ്ലിം എന്നതിന്റെ പേരിൽ തല്ലിക്കൊന്നിട്ടുണ്ട് കൂട്ടമായിട്ട്. അവസാനം ന്യായീകരിക്കാൻ വേണ്ടി ഒരു ആരോപണം അവസാനം അവരുന്നയിച്ചു, പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന്. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം അതുകൊണ്ടാണ് ഇത് മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉന്നയിച്ച ആരോപണം. മുസ്ലിമായതിന്റെ പേരിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ അങ്ങനെ തുടർന്നോണ്ടിരിക്കും. ഇപ്പോ തന്നെ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയത് എന്തിനാണ്? മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ നിയമപരമായി തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. നിയമപരമായി അതിനുവേണ്ടിയാണ് വഖഫ് ഭേദഗതി. നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങളുടേതായി നമ്മുടേതായി നമ്മൾ സൂക്ഷിച്ചിരുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സ്വത്തുവകകൾ, അതെല്ലാം
ചിലപ്പോ തർക്കഭൂമിയായി മാറും, തർക്കവസ്തുവായിട്ട് മാറും, ഗവൺമെന്റുകൾ കയ്യേറും, മുസ്ലിമീങ്ങളുടേതല്ലാതായി മാറും. അതിനുള്ള അവസരം നിയമപരമായി തന്നെ മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള, നിയമപരമായി തന്നെ പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളാണ് അതൊക്കെ. നമുക്കറിയാം. അതിന്റെ പേരിൽ വലിയൊരു പ്രതിഷേധം ഈ വരുന്ന ഞായറാഴ്ച 4-ാം തീയതി ഞായറാഴ്ച എറണാകുളത്ത് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ പണ്ഡിത സഭകളുടെയും, കേരളത്തിലെ എല്ലാ പണ്ഡിത സഭകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ്. സമസ്തയും AP സമസ്തയും ദക്ഷിണയും അതുപോലെ സംസ്ഥാനയും എല്ലാം അടങ്ങുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുണ്ട്, ഖലീൽ ബുഖാരി തങ്ങളുണ്ട്, തൊടിയൂർ ഉസ്താദ് ഉണ്ട്, മമ്പാട് നജീബ് ഉസ്താദ് ഉണ്ട്, അടക്കം കേരളത്തിലെ എല്ലാ പണ്ഡിത സഭകളും ആഹ്വാനം ചെയ്ത് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ഒരു പ്രതിഷേധ പരിപാടിയാണ് ഈ ഞായറാഴ്ച. അസറിന് ശേഷം പ്രതിഷേധ സംഗമം. ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഗവൺമെന്റിനുള്ള താക്കീതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ, നിയമവിധേയമായി തന്നെ, നിയമത്തിനെതിരായിട്ടല്ല, നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള പ്രതിഷേധ പരിപാടികൾ. അതിൽ നമ്മൾ കഴിയുന്ന എല്ലാവരും, നമ്മുടെ മഹല്ലിൽ നിന്നൊക്കെ കഴിയുന്ന എല്ലാവരും അതിൽ ഭാഗവാക്കാകണം. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനോട് ഒരുമിച്ചും അല്ലാതെയും നമ്മുടെ പേഴ്സണലായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള ദുആകളിലെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കട്ടെ. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ശത്രുക്കളുടെ കുടില തന്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. നമ്മുടെ മസ്ജിദുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഇസ്സത്തോടെ ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.